ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിനടുത്തുള്ള മായോരം 7-ാം മൈൽ ഇവിടെയുള്ള നമ്മുടെ ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ ഒരു ഫാമാണ്. മിക്സ്ഡ് ഫാം, പ്രാവും കോഴികളും കാടയൊക്കെ ആയിട്ടുള്ള മുയലൊക്കെ ആയിട്ടുള്ള ഒരു ഫാമാണ്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ആളായ അമൽ നമ്മോടൊപ്പം ഉണ്ട്. ഇദ്ദേഹം നമ്മളോട് ഇദ്ദേഹത്തിൻ്റെ ഫാമിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയും. ഹായ് അമൽ, വാ. ഇത് ഈ കാണുന്നത് ചെറുതേനീച്ചയാണ്. നിങ്ങൾ ഇതിൽ എത്ര പെട്ടിയുണ്ട്? 100 എണ്ണം ഉണ്ടല്ലേ? 100ഓളം പെട്ടികളുണ്ട് ചെറുതേനിയായിട്ട്, കോളനി ആയിട്ട്. നിങ്ങൾ കോളനി കൊടുക്കുന്നുണ്ടോ? കൊടുത്തിട്ടില്ല അല്ലേ? ഇത് കുറേ കാലം ഞങ്ങൾ തുടങ്ങിയിട്ട് എത്രയായി? ഉണ്ടല്ലേ? ഓ, അത് ശരി. നിങ്ങളേത് വർഷം കൂടുമ്പോൾ ഇങ്ങനെ എടുക്കുമോ? അങ്ങനെ അല്ലേ? എടുക്കും അല്ലേ? കൊടുക്കും, ആവശ്യക്കാരുണ്ടാവും അല്ലേ? അതല്ലേ? പിന്നെ ഇവൻ്റെ തന്നെ മറ്റൊരു പരിപാടിയാണ് പ്രാവ് അല്ലേ? നാടൻ പ്രാവ്. ഇത് ശരി. 600 രൂപ മുതൽ 1000 വരെയുള്ള പ്രാവുകളാണ് അതല്ലേ? ഓക്കെ, നല്ലൊരു ഫാമാണ്. ഇതൊരു മിക്സ്ഡ് ഫാമാണ്. ഇദ്ദേഹം ഈ കുട്ടിയാണ് ഇതിൻ്റെ മെയിനായിട്ട് നോക്കുന്നില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനുമാണ് ഇത് കൊണ്ടുപോകുന്നില്ല. കുടുംബപരമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നുള്ളത്. ഇത് കാടക്കുഞ്ഞുങ്ങൾ ഇത് 1 മാസം ആയിട്ടില്ല. ഇതിന് ബൾബ് വെച്ചിട്ട് അല്ല? ഓക്കെ ഓക്കെ. ഇതേത് കരിങ്കോഴിയാ? കരിങ്കോഴിയുണ്ട്, മിക്സിലുണ്ടല്ലേ? വരെ ഉണ്ടല്ലേ? എന്നിട്ട് കൊടുക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. ഇത് 1 മാസമായ കുഞ്ഞാണ്. നേരത്തെ നമ്മൾ കണ്ടത് 3 ദിവസമായിട്ടുള്ളൂ. ചെറിയ കുഞ്ഞായിരുന്നു. ഇതിനും ബൾബ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? ഇവിടെ മുട്ടക്കാടയും പിന്നെ ഇറച്ചിക്കാടയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് എത്രയാണിത്? 700 രൂപ അല്ലേ? ഇത് ഫൈറ്ററാ? 10 കോഴി അല്ലേ? അംഗത്തിനുള്ള കോഴിയാണ്. ഇത് കാണുന്നുണ്ടാവും. അദ്ദേഹത്തിന് ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. സാധനം ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുള്ളൂ. ഇവിടെ തന്നെയാണ് മാർക്കറ്റ്. ഇവിടെ ആൾക്കാർ വന്ന് ഇത് വാങ്ങിക്കും. ഇത് കട തന്നെ അല്ലേ? ഇത് എത്ര ദിവസമായ കടയാണ്? 15 ദിവസമായത് അല്ലേ? ഇതേത് കോഴി? ഫാൻസി കോഴി അല്ലേ? ബ്ലാക്ക് അല്ലേ? ഇത് നിങ്ങൾ പിന്നെ മുട്ട കൊടുക്കലുണ്ടോ? വിരിയിച്ച് കൊടുക്കുക അല്ലേ? വിരിയിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. ഇതേതാണ്? സിൽക്കി അല്ലേ? സിൽക്കി എത്രക്കാണ് കൊടുക്കുന്നത്? എത്ര? 2000 അല്ലേ? കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഭംഗിയുള്ള കോഴിയാണ്. ഇവർ അധികം വിരിയിച്ചിട്ടാണ് കൊടുക്കൽ. ഇത് നാടനല്ലേ? ഇത് സേലം കോഴിയാ? കൊത്തുകോയിൻ തന്നെ, പിടക്കോഴിയാണ്. വേറെ ടൈപ്പ്. ഇത് എത്ര തന്നെ റേറ്റ്? 1200 ഉണ്ടല്ലേ? 2000 അങ്ങനെ കൊടുക്കുന്ന. ഇത് പ്രാവ് തന്നെ അല്ലേ? ഇതേത് പ്രാവാ? നാടൻ പ്രാവാ? ഇത് സിറാസ് അല്ലേ? ഇത് സിറാസ് അല്ലേ? എത്രയുണ്ട് വില? 2300 ഉണ്ടല്ലേ? ഈ 2000 രൂപയാണ്. ഇവർക്ക് അറിയും. 1600 രൂപ ജോഡി. ഇത് താഴെയുള്ളത് ഇത് നല്ല വില ഉണ്ടാവുമല്ലോ? ഓ, കണ്ട 8000 9000 രൂപയുടെ പ്രാവാണിത്. നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. ഇതിൻ്റെ കുറച്ച് ഇതേതാണ്? ഒത്തിരിയുണ്ടോ? അതെ. 1200. ഇത് അതല്ല, നേരത്തെ പൗഡറാണ്. ഇതിന് 8000 രൂപ പറഞ്ഞു. ശരി.
ലവ് ബേർഡ്സ് ഉണ്ട് അല്ലേ? ലവ് ബേർഡ്സ് ഉണ്ട്. നല്ലൊരു ഫാമാണ്, എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഫാമാണ് ഇത്. അതാ അല്ലേ? അതാണ്. എത്ര വരുന്നത്? 600 അല്ലേ? പ്രാവിനെല്ലാം ആവശ്യക്കാർ ഉണ്ടല്ലേ? ഇത് നമ്മളെ സാധാ നാടനല്ലേ? അല്ല നാടനല്ല അല്ലേ? ഓ അത് ശരി, ഒന്നേ ഉള്ളൂ. ഇത് ഏതാന്ന്? മയിൽപ്രാവ് അല്ലേ? വിലയുണ്ടോ? ഓ ശരി. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പോട്ടി തന്നെ അല്ലേ? നേരത്തെ ഇത് ലവ് ബേർഡ്സ് അല്ലേ? ലവ് ബേർഡ്സ് കൊടുത്തിട്ടുണ്ടോ? ലവ് ബേർഡ്സ് വില വിറ്റിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടല്ലേ? 100 രൂപ അല്ലേ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇത് ഏതാണ്? ഓ അത് ശരി. 5000 രൂപ ഉണ്ടല്ലേ ഇതിന്? വേറെ ടൈപ്പാണ്. ഇതെല്ലാം സിൽക്കിയാ? ഏതോ കളർ പോയാന്ന് നോക്കി ടൈപ്പല്ലേ? ഓടൂലല്ലോ വിൽക്കാൻ വേണ്ടിയിട്ട്. ഇതില് പലതരം കോഴി ഉണ്ടല്ലേ? നല്ല വിലയുള്ള ഏതാണ്? വലുത് എത്രയുണ്ട്? 7000 രൂപൻ്റെ കോഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അസീല അതല്ലല്ലോ? അസീല ആവശ്യക്കാരുണ്ടല്ലേ? മുയലിനെ കാണാം. മുയലിൻ്റെ കുഞ്ഞു മുയലും ഇല്ല, നല്ലൊരു കുഞ്ഞാണ്. എല്ലാം കൊടുക്കുന്നുണ്ടല്ലേ? ശരി. 800 മുതൽ 1000 രൂപ വരെ വിലയുണ്ട് ഇതിന് ഇവിടെ. അവർക്ക് സാധനം തികയാത്ത പ്രശ്നമേ ഉള്ളൂ അല്ലേ? സാധനം തികയാത്ത ഇതേ ഉള്ളൂ. ആൾക്കാരുണ്ട്. പിന്നെ കാട ഇവിടെ, മുട്ടക്കാടയും ഇറച്ചിക്കാടയും എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇതാണ് ഒരു ഫാം. കാട കാണുന്നുണ്ടാവും. അപ്പോൾ ഇവർ മുട്ട ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, ഇവർക്ക് കൊടുക്കുക. എത്ര കാടയുണ്ട് കേട്ടോ ഇതിൽ? 700ഓളം കാടകളുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ എല്ലാം കൊണ്ടുവന്നൊരു ഭംഗിയായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റിയൊരു ഫാമാണിത്, അമൃത ഫാം. അപ്പോൾ നമുക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ, ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കോണ്ടാക്ട് ചെയ്യുക. കിട്ടാൻ ഇവിടെ കുറവായിരിക്കും സാധനങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ തൽക്കാലം. ഇപ്പോൾ ഈ സമയമല്ലേ? ഇറച്ചിക്കാടല്ല? ഇറച്ചിക്കാടൊക്കെ ആവശ്യക്കാർ മുട്ടക്കാടക്ക അതല്ലേ? ഓക്കെ. ഏതാ? ഇത് ശുദ്ധജല മത്സ്യമാണ്. നെട്ടറ്, സിലോപ്പി ഒക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും ചെറുതായിട്ട്. ഇവരെ കറി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആക്കിയിട്ടുള്ളതാണ്. എന്തായാലും ടാർപ്പാളം വിരിച്ചിട്ടാണ് ഈ വാഴ. നല്ല ആൽക്ക. എത്രയുണ്ട് ഇതിൽ തിലപ്പിയ? നെട്ടറെല്ലാം കൂടിയിട്ട് 200 ഉണ്ടല്ലേ? ഓ ശരി. അതായത് നല്ലൊരു എല്ലാം കൂടിയിട്ടുള്ള സമ്മിശ്ര ഫാമാണിത്. ഇതാണ് ഇവരെന്നെ ഉണ്ടാക്കിയ ഇൻക്യുബേറ്റർ അല്ലേ? ഇവർ സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയതാണ്. ഇതിലൂടെയാണ് അവരെ വിരിയിക്കുന്നത്. നിങ്ങൾ മുട്ട വെച്ചിട്ട് കാണുന്നുണ്ടാവും. എത്ര മുട്ട വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിൽ? 800 ഇതിൽ വെക്കാം അല്ലേ? കോഴിമുട്ടയാണെങ്കിൽ വെക്കാം അല്ലേ? ഫ്രിഡ്ജ് ബോക്സ് തന്നെ ഉണ്ടാക്കിയത് നല്ലൊരു സെറ്റപ്പാണ്. അതിലുണ്ടായിപ്പോൾ. അപ്പോൾ ഇവർ ഇതിൽ തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ, ഇദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനൊന്ന് ജസ്റ്റ് നോക്കി നിങ്ങൾ ഇങ്ങോട്ട്. ഇവരാണ് ഇതിൻ്റെ മെയിൻ. പിന്നെ കുട്ടിയും കൂടി നോക്കുന്നതാണ്. മറ്റൊരു തിലോപ്പിയ തന്നെയാണ് ഇതിലുള്ള. തീറ്റയിടാ ഇരുന്നോട്ടെ. ഇത് കുഞ്ഞല്ല, ചെറിയ കുഞ്ഞാ? അതെ കാണുന്നുണ്ടാവും. എത്ര സമയം തീറ്റ ഇടുമോ?
രാവിലെ വൈകിട്ടും. ഇപ്പം എത്ര മാസമായത് ഇതിലുള്ള? 1.5 മാസം. 1.5 മാസം അല്ലേ? നിങ്ങൾ കുഞ്ഞ് എവിടെ നിന്ന് കൊണ്ടുവന്നേ? അതെ അല്ലേ? ഓ ശരി. 2 മാസമായല്ലോ. എൻ്റെ ഉണ്ട് തിലോപ്പിയ. തിലോപ്പിൻ്റെ ഉണ്ട് എൻ്റെ. തീറ്റ 2 നേരോ? അതെയാ? തവളൻ്റെ പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കാമെന്ന്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ മുപ്പരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.